കോസ്റ്റ്യൂമിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങണോ നീ വണ്ടി എടുത്തെന്ന് പറഞ്ഞോണ്ട് ഞങ്ങളോട് ചവിട്ടി വണ്ടി എടുത്ത് ഒറ്റ വിടലായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സജഷൻസ് പറയും. അപ്പൊ ഇപ്പൊ എന്താ പറയാ അതിനുണ്ട് ചോദ്യങ്ങള്. ഞാനൊന്നും പറയാം നിങ്ങളുടെ ബന്ധുക്കളുടെ പണി കൊടുത്തിട്ട് ചിരി നോക്കി വെറൈറ്റി ചോദ്യങ്ങൾ, വെറൈറ്റി ചോദ്യങ്ങളാ അത് നിനക്ക്. അപ്പൊ ഓക്കെ, ബ്ലോഗ് കഴിഞ്ഞ അങ്ങനെ ഉണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറന്നു. ഈ വീഡിയോ ചാനൽ സബ് ചെയ്യുക. ബൈ ബൈ. ഓക്കെ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. താടിയും പൊട്ടും. അപ്പൊ നമ്മുടെ ചാനലാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കണം. ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് എല്ലാം വരാൻ. പിന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് താടിയും പൊട്ടും, ഒഫീഷ്യൽ ഫേസ്ബുക്ക് താടിയും ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇതാ ഹൈവേയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നു. ഒരു പുലർച്ചെ 5:45 കഴിക്കുന്നു. ആദ്യം സപ്പോസ് നല്ല ഉറക്കാണ്. അവർക്ക് ഓരോ ഉമ്മയൊക്കെ കൊണ്ടു പോകുന്നു. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ വീഡിയോ എടുത്തില്ല, അവർ എണീറ്റുണ്ടാകുന്നത്. സിമ്മിനോട് ചാർലിയോടൊക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ വേഗം പോകുന്നു. അപ്പോൾ ഞങ്ങളൊരു ലോങ് ട്രിപ്പിലേക്കാണ് പോകുന്നത്. എവിടേക്കാണ് എന്തൊക്കെയാണെന്ന് ഇപ്പോൾ പറയണ്ട, പറഞ്ഞോ. ഞങ്ങൾ എറണാകുളത്തേക്കാണ് ഒരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് പോവാണ്. ഷൂട്ട് എന്തിന്റെ ഷൂട്ടാണെന്ന് ഇനി അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കാര്യത്തിലാണ് പോകുന്നത്. അപ്പൊ എന്താണ് ഏതാണ് എന്നിപ്പോ പറയില്ല, പറഞ്ഞോ. നമ്മൾക്ക് ഒരു മീഡിയയില് മാറ്റ്നി ചാനൽ, ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്ത മാറ്റ്നി ചാനൽ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആ മാറ്റ്നി ചാനലില് ആങ്കറിങ്ങിനായിട്ട് എന്നെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് പ്രവീൺജി ആൻഡ് പ്രിയാജി, എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. പിന്നെ അപ്പോൾ വേറെ ഒരു ഞാൻ ആങ്കർ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം. എൻ്റെ മേക്കപ്പ് നമ്മളുടെ ഹണി ലാവണ്ടർ ചെങ്കോട്ട് പോകണം. അവിടെ ട്രിവാൻഡ്രത്ത് ചെങ്കോട്ട് പോകണം. ഹണി ലാവണ്ടർ ഹണിച്ചേച്ചിയാണ്. ഹണിച്ചേച്ചി എനിക്ക് വേണ്ടി ഇന്ന് ഹണിച്ചേച്ചിയുടെ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ എൻ്റെ പേരിൽ അർച്ചനയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളിതിൽ കാണുന്നില്ല. അപ്പോൾ ഹണിച്ചേച്ചി ഒരുപാട് താങ്ക്സ്. അപ്പോൾ നിങ്ങളും നമ്മളുടെ ഈ ഒരു ട്രെയിനിങ് ആങ്കറിങ്ങിലേക്ക്, ഞാൻ സ്റ്റേജ് ആങ്കറിങ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മീഡിയയിൽ ഒരു ആങ്കറിങ് സ്റ്റാർട്ട് ആവാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, വളരെ നന്നായി ചെയ്യാൻ കഴിയാനും നല്ല രീതിയിൽ ഉണ്ടാവാനും നല്ല അവസരങ്ങളൊക്കെ ഇനി ഉണ്ടാവാനും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. വീഡിയോ വരും, ചാനലിൽ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ലിങ്കൊക്കെ തരാം. നിങ്ങൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എനിക്ക് വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവും ഞാൻ വിചാരിക്കുന്നു. ഇച്ചിരി എന്താ പറയാനുള്ളത്? നന്നായിട്ട് ചെയ്യാം. ഇത് പൊന്നിന് കിട്ടുന്ന നല്ലൊരു ചാനല് നിങ്ങൾക്ക് അറിയാം. ഒരുപാട് ഫിലിം പ്രൊമോഷൻസും ഒരുപാട് ഫിലിം ആക്ടേഴ്സും ഒക്കെ ആയിട്ട് വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് മാറ്റ്നി നടിച്ച നിങ്ങൾക്ക് അറിയാം. ഞാൻ പൊന്നിനോട് പറഞ്ഞിട്ടുണ്ട് പെട്ടായിട്ട് ചെയ്യണം. ഞങ്ങോട്ട് വെച്ചടി ഇതേപോലെ നല്ല കിടലായിട്ട് പോകാൻ പറ്റണം, എല്ലാ കാര്യങ്ങളും കിട്ടണം. അപ്പൊ പൊന്നിന് ഓൾ ദ ബെസ്റ്റ് ആണ്. അപ്പൊ ഇനി ഇതുപോലെ എന്താ പറയാ ആങ്കറിങ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മളായിട്ട് കൊളാബ് ചെയ്യാനും ആഡ് ചെയ്യാനും ഒക്കെ താല്പര്യമുള്ളവർക്കും നമ്മളെ ഇൻസ്റ്റയില് കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ നമ്മളിതാ പോവാണ്. അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അല്ലേ? നോണാണ് അല്ല നോണേ വെജാണ് കഴിക്കുക. അവർക്കുള്ള എല്ലാ ഫുഡും കാര്യങ്ങളും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടാ പോണത്. കുറച്ച് സമയം മതി പുലർച്ചെ തന്നെ പോകുന്നതുകൊണ്ട് പരിപാടി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചപ്പനെ പോരും. അപ്പൊ ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് കേട്ടിട്ട് സന്തോഷമായി എന്ന് കരുതുന്നു. ഞങ്ങളും ഭയങ്കര സന്തോഷത്തിലാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ ഞങ്ങൾ ഇനി കാണിച്ചു തരാം. യെസ്, ഇന്നലെ അങ്ങനെ ഒരു കോള് വന്നപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. ബാക്കി വിശേഷങ്ങൾ കൂടെ വരുമ്പോ നമുക്ക് കാണിച്ചു തരാം. നമ്മുടെ സ്റ്റുഡിയോ, നമ്മുടെ
വീടും ഒക്കെ കാണിച്ചതാ. അപ്പൊ ഗായ്സ് ഞങ്ങള് ആര്യാസിലാണ്. അതെ ആര്യാസില് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് സമയം 7:30 ആവണോ? പക്ഷെ ഈ സമയത്ത് ഉറക്കത്തിൽ ഇരിക്കുന്ന സമയം ഞങ്ങള്, പക്ഷെ എന്താണെന്നറിയില്ല, ഞങ്ങൾ 5 മണിക്ക് പുലർച്ചെ 5:30 എണിച്ച കാരണം ഭയങ്കര വിശപ്പ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന സമയത്ത് ഞങ്ങൾ അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അവിടെ ഒരു ചായ, ഒരു കാലി ചായ കുടിച്ചായിരുന്നു. പിന്നെ അവിടെ പോരുമ്പോൾ 2 പേരും ഉറങ്ങാണ്. അവർ എണിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. 2 നെയ് റോസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി നോയമ്പാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ രാവിലെയൊക്കെ വെജിനെ കഴിക്കാറ്. അപ്പോൾ സാമ്പാർ, ചമ്മന്തി, ചട്നി. ആര്യാസോ ശരവണ ഭവനാണ് ഞങ്ങൾ കൂടുതലും സെലക്ട് ചെയ്യാറ്. അപ്പോൾ ഇനി ഇവിടെ തന്നെ ഒരു 4 മണിക്കൂർ 3.5 മണിക്കൂർ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ തിരക്കില്ല. പിന്നെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടി കുറയും. ഈ ജോലിക്കാരുടെ സമയമാണ്. ഇനി ഒരു 8 മണി തൊട്ട് കുറച്ച് ഒരു 10 മണി വരെ ഉണ്ട്. പിന്നെ വീണ്ടും കുറയും. നമ്മള് 11-12 മണിക്ക് 12 മണി എന്തായാലും ഒരു 1 മണിക്ക് മുന്നേ എന്തായാലും എത്തും. പിന്നെ അത് കഴിഞ്ഞാൽ ബാക്കി വിശേഷങ്ങൾ നമ്മൾ പോണ വഴിയിലൊക്കെ നമ്മൾ കാണിക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ എൻ്റെ മേക്കപ്പ് നമ്മളുടെ ചെങ്കോട്ടുകോണം ലാവണ്ടർ ബ്യൂട്ടി പാർലർ ഹണിച്ചേച്ചിയാണ്. ഹണിച്ചേച്ചിയെ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കൂടെ കണ്ടിട്ടോ. അപ്പോൾ ഹണിച്ചേച്ചി രാവിലെ തന്നെ അതിൽ കാണിച്ചോടാ. രാവിലെ തന്നെ ഹണിച്ചേച്ചി എൻ്റെ പേരിൽ അർച്ചന അമ്പലത്തിൽ, ഹണിച്ചേച്ചിയുടെ അമ്പലത്തിലെ ഉത്സവമാണ്. എൻ്റെ പേരിൽ തീർത്ഥാപൂരം എന്ന് പറഞ്ഞിട്ട് അർച്ചന ചെയ്തിട്ട് അയച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ പിരമിഡ് തൊപ്പിക്കാരി വന്നിട്ട് തൊപ്പിക്കാരൻ അപ്പൂപ്പൻ തൊപ്പി വിൽക്കാൻ പോയി. ഒരു വട പടച്ചോ. ആദ്യം പൊന്നു മസാല പറഞ്ഞു. ഞാൻ നെയ്റോസ്റ്റ് പറഞ്ഞപ്പോ പൊന്നും നെയ്റോസ്റ്റ്. പൊന്നിന് എപ്പോഴും ഉള്ളത്. ഇവരുടെ ചമ്മന്തി ഭയങ്കര ഇഷ്ടം അല്ലേ? നല്ല സാമ്പാർ. കോഫി വന്നിട്ട് ഇതിലേ എരിയുണ്ടിട്ടാ. ഡ്രൈവിങ്ങിലാണ് ഗൈസ്. ഡ്രൈവിങ്ങിൽ വലിയ തിരക്കൊന്നുമില്ല. വെക്കേഷനൊക്കെ കഴിഞ്ഞല്ലോ. പിന്നെ ഇപ്പൊ ജോലിക്കാര് കുറച്ച് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോ 10-10:30 ആകുമ്പോഴേക്കും അത് കഴിയും. എന്നെങ്ങനെ സ്മൂത്തായിട്ട് വേഗം പോകുന്നുണ്ട്. നേരത്തെ കാലത്ത് വരുമ്പോ ആരും ഉണ്ടായില്ല റോഡില്. കൊണ്ട് ഞങ്ങൾ എത്തി. പിന്നെ ഇപ്പൊ റോഡൊക്കെ അങ്ങനെ കാലിയായി. നല്ല പിന്നെ അപ്പൂസും ആദിസും എണീറ്റു. ബൂസ്റ്റ് ഉണ്ടാക്കി 2 കുടിച്ചു. ദോശ ഉണ്ടാക്കി. ഉണ്ണിക്ക് ദോശയൊക്കെ കൊടുക്കണ്. അപ്പൊ അവ എണീറ്റപ്പോ ചേട്ടന്റെ അടുത്തൊക്കെ എടുക്കണേ. അപ്പൊ നമ്മളെ ഒന്ന് അന്വേഷിച്ചു. പൊന്നു എന്നൊക്കെ വിളിച്ചു, സ്ഥിരം വിളിക്കുന്ന പോലെ. പിന്നെ അവന് ചേട്ടനൊക്കെ പിന്നെ വേറെ ആരും വേണ്ട. അപ്പൂഷേ അങ്ങനെയാണ്. ഫോണിൽ കൂടെ അപ്പൂസ് ഞങ്ങളോട് പറയണത് തന്നെ. അവ അപ്പുറത്ത് ചാർലിക്കും ജിമ്മുനൊക്കെ ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും അവർ 2 അവിടെ ഇരുന്ന് കളിക്കാന്ന് പറഞ്ഞപ്പോ അവൻ തിരിച്ച് ആദ്യം അവിടെ ഇരുന്നിട്ട് ചാർലിക്ക് ചിമ്മുന് ഫുഡ് അപ്പൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അവര്. നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്ര ഇത് തിരക്കൊന്നുമില്ലാതെ സമാനായില്ല. നല്ല പെട്ടെന്ന് തന്നെ വന്നു. അപ്പോ ഞങ്ങള് സുഖമായിട്ടെത്തി. അപ്പോ ഇന്റർവ്യൂവിന് അവരോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ പ്രിപ്പയർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലാണെങ്കിൽ ഒരു 4 ചായയുടെ ചായയുടെ ഇവിടെ നമ്മുടെ അവിടെ
ചായകളാണോ സാധനം കാണാനില്ല. എനിക്കാണെങ്കിൽ ഹോട്ടൽ ചായ ഇഷ്ടമല്ല. ഞങ്ങളത് എറണാകുളം എത്താറായിട്ട് കഴിച്ച് എറണാകുളം വണ്ടി അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. വിശക്കുണ്ടാവുന്നോ? ചായ അയ്യോ കട്ടനാണോ? ഞാൻ വിചാരിച്ചു എനിക്ക് കത്തണം അടികളൊക്കെ ഉണ്ട്. അതെ കഴിച്ചോ? മസാല ദോശ മെയിൻ റോസ്റ്റ് കഴിച്ചാൽ കറുമുറു പോലെ ഇത് കഴിക്കണ പോലെ വേണം നമ്മുടെ ഇന്റർവ്യൂ ചാനലിൽ വരാൻ. ഓക്കെ ആയിട്ട് വീഡിയോ ഇരിപ്പില്ലേ? അപ്പൂസ് ഫുൾ അപ്ഡേറ്റാ. അതെ അപ്പൊ അത് കാരണം ഒരു ടെൻഷനും വേണ്ട, പോയി അടിപൊളിയായിട്ട് ചെയ്ത് അത് ചായ എടുക്കുന്നുണ്ട്. അവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. കഴിച്ചോ? നമ്മുടെ ദേശീയ പാനീയം എൻ്റെ. അപ്പൊ ചായ കുടിച്ചു കഴിഞ്ഞു. അതെ ഫുൾ ഓൺ പവറിൽ ഇനി പോവാം. നല്ല തിരക്കാടാ റോഡില്. ഇവിടുത്തെ അട്ടയ്ക്ക് തിരക്കുണ്ട്. ഞങ്ങള് ഈ വണ്ടിയിൽ കയറട്ടെ. കണ്ടാ എറണാകുളം വൈക്കം കീഴൂർ എറണാകുളം തറയുണ്ട്. എറണാകുളം വൈക്കം കീഴൂര് അല്ലേ? ബോർഡ് ആപ്പഞ്ചിറ ഇതാണ് സ്ഥലം. ആപ്പഞ്ചിറ. ഓക്കെ നമ്മൾ എറണാകുളം എത്തി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ എറണാകുളത്ത് എത്തുന്നത്. ഞങ്ങള് പോകുമ്പോ അങ്കമാലി വഴിക്കല്ലേ നമ്മള് തൃശ്ശൂർ പോവാറ്. നേരെ അവിടെ പെരുമ്പാവൂർ വഴി അങ്കമാലി വഴി ഞങ്ങൾ എറണാകുളം ടച്ച് ചെയ്യാണ്ട് പോവാറ്. നമ്മൾ എറണാകുളം എത്തി. മെട്രോന്റെ അടി കൂടെ മെട്രോ ആണ് എറണാകുളം മെട്രോ സ്റ്റേഷൻ. ഇനി എറണാകുളത്ത് എപ്പോഴും ഫുൾ ടൈം തിരക്കായിരിക്കും. അത് വെക്കേഷൻ ആയതുകൊണ്ടാ. ഇതിലൊക്കെ കാണുന്ന പോലെ മെയിൻ സെന്ററിലേക്കൊക്കെ മറ്റേ ഫോട്ടോ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നല്ല തിരക്കാൻ പറ്റും. മെട്രോ എല്ലാ നടീനടന്മാരും സെലിബ്രിറ്റികളൊക്കെ ഇവിടെ കൊച്ചി എറണാകുളമൊക്കെ ആയിരിക്കും സെറ്റിൽ. സീരിയൽ താരങ്ങളും വേറെ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ട്രിവാൻഡ്രം സെറ്റിലായി. അയ്യോ വേണ്ട പൊന്നേ, കൊച്ചെത്തിന്ന് പറയില്ലേ? ഇപ്പൊ അങ്ങനെ അന്ന് ഒരു ഡെൻമാർക്കിൽ നിന്ന് ഒരു ഇംഗ്ലീഷുകാരൻ ആള് കൊച്ചിയിലത്തെ മറ്റേ ഫോർട്ട് കൊച്ചിയുടെ ഒരു അവസ്ഥ ആള് എടുത്തിട്ട് വേൾഡ് വൈഡ് വൈറലാക്കിയിട്ടുണ്ട്. ആ ബീച്ചേ മൊത്തം പ്ലാസ്റ്റിക്കും ഇതെന്ന് അറിഞ്ഞിട്ടേ ആകെ ഇതായിട്ട് നമ്മളെ നാണം കെടുത്തിയ ആള്. ഗോഡ്സ് ഓൺ കൺട്രി അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂസുകളൊന്നും അവരറിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഗോഡ്സ് ഓൺ കൺട്രി വെച്ചിരിക്കുന്നത്. ഏറ്റവും പൊട്ട ഞാൻ കണ്ടല്ലേ ഏറ്റവും പൊട്ട ബീച്ച് കൊച്ചിയിലത്തെന്ന് പറഞ്ഞാല് അത്രയും വൃത്തികേടായിട്ട് കിടക്കണേ. പ്ലാസ്റ്റിക്കും ആകെ നിറഞ്ഞ് കാല് കുത്താൻ തോന്നി. അമ്മ അതിരി ചെളി ഇതൊക്കെ ആയിട്ട് വേസ്റ്റ് എടുക്കുന്നു. എന്റെ പൊന്നോ, വേസ്റ്റ് ഈ കൊച്ചിയില് മാത്രമേ ഇവിടെ തോന്നി വേസ്റ്റ് ആവും. അങ്ങനെ നമ്മളുടെ സ്റ്റുഡിയോ വന്നിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ ഉറക്കത്തിന്ന് നമ്മുടെ പ്രിയാജി അവിടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകളാണ് ഇവിടെ. അപ്പൊ നമ്മളവിടെ കയറിയിട്ട് അതിൽ നമ്മളുടെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഹായ് ഹായ്. ഇതൊക്കെ മാറ്റ്നിയിലെ ആളുകളാണ് കേട്ടോ. ഹായ് പറഞ്ഞ കണ്ടിട്ടുണ്ടോ നമ്മുടെ സ്വന്തം പ്രിയാജി.
നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത് നമ്മുടെ പ്രവീൺജി അതൊക്കെ വരും. ഇത് റോബിൻ ചേട്ടൻ. ഓ ആരെ ഇത് ഞങ്ങൾ എടുക്കണെന്ന് ആള് പറഞ്ഞു. അപ്പൊ ഗൈസ് ഞങ്ങള് കണ്ടോ ആള് മാറി. നിങ്ങൾ കുറച്ചേരം മുന്നേ കണ്ടോ? മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ലഞ്ച് കഴിഞ്ഞാണ്. അതെ. അപ്പൊ എനിക്ക് മേക്കപ്പ് എൻ്റെ മെയിൻ ഫുള്ളായിട്ട് ചെയ്തിരുന്നത് നമ്മുടെ അനുസരിച്ചാണ്. അവിടെ നിന്നുള്ള മറ്റ് നമ്മളുടെ എന്താ പറയാ ബ്രൈറ്റനിങ്ങും അതൊക്കെ സംഭവങ്ങളൊക്കെ അനുസരിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ സാന്ദ്ര നമുക്ക് ചെയ്ത് മേക്ക് ഓവർ ആക്കിയിട്ട്. അപ്പോൾ അനുചേച്ചിക്കും സാന്ദ്രയ്ക്കും താങ്ക്സ്. ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. എൻ്റെ മേക്ക് ഓവർ നന്നായി ഒന്നുകൂടി കാണുകയും ഫുൾ മേക്കപ്പ് കഴിയണം, എൻ്റെ കോസ്റ്റ്യൂം ഇടണം, അതെല്ലാം കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മൊത്തത്തിൽ മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ നോയമ്പായതുകൊണ്ട് തന്നെ ഇവിടെ ചപ്പാത്തി കഴിക്കാൻ ചിലവാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കഴിക്കും. അരിമണി ഓരോന്ന് വലിയ ഇവിടെ ചപ്പാത്തി ഇല്ല. നല്ല റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് പോയിട്ട് ഓരോ വഴിയും പോയി നമ്മുടെ സ്റ്റുഡിയോൻ്റെ അടുത്ത് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെജ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. വെജ് ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിക്കാൻ വെജ് കാണാൻ സോസ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് ഇതെല്ലാം കുടിച്ച് പോകേണ്ടി വരും. ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് സാധനം പറയാം ഇതൊക്കെ പോകുന്നില്ല. വായ അടയ്ക്കാൻ പറ്റുന്നില്ലേ? അല്ല ആദ്യം ഫേസ് മേക്കപ്പ് അങ്ങോട്ട് കഴിഞ്ഞു. ഇപ്പൊ ഫുഡ് എടുത്തിട്ട് കോസ്റ്റ്യൂം പിന്നെ റെസ്റ്റ് ക്വസ്റ്റ്യൻസൊക്കെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഈ സ്റ്റേജ് 3 വയസ്സൊട്ട് ഇങ്ങനെ ആളുകളെ കയ്യിലെടുത്തിരുന്നിട്ടുള്ള ആളായിരുന്നു. നോ ടെൻഷൻ. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ കൈ. ഫുഡ് വരണല്ലോ. പ്ലേറ്റ് വന്നിട്ടുണ്ട്. പ്ലേറ്റ് മാത്രമേ വന്നുള്ളൂ. പ്ലേറ്റ് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചിലവിലാന്ന് പറഞ്ഞാൽ ഇട്ടുകൊണ്ടേ വിശക്കുണ്ട് നല്ല രീതിയിൽ വിശക്കുണ്ട്. അതെ. എത്തിപ്പോയി ചില്ലി ഗോബി അങ്ങനെ ചപ്പാത്തി കഴിക്കുന്ന പരിപാടിയായിരുന്നു. ഇതൊക്കെ ഞാൻ എങ്ങനെ കഴിച്ചു വരുമ്പോൾ എൻ്റെ സാന്ദ്ര ചെയ്തതൊക്കെ കൂടുതൽ നല്ലത്. വയറ് കുളുകുളു പറയണു. ഇങ്ങനെ കാണുമ്പോൾ ചിക്കനാന്ന് തോന്നുന്നുണ്ടോ? കഴിയുമ്പോഴായതുകൊണ്ട് തോന്നിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റ് മറന്നു ഗൈസ്. ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്. ഞാനിത് സ്പൂൺ വെച്ചാൽ നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലേ എങ്ങനെയാണ് ഫുഡ് കഴിക്കാന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. എന്നാ കണ്ടോളൂ അതുകൊണ്ട് തന്നെ കഴിച്ചോ. ഇപ്പൊ കാണിച്ചതാ. കഷ്ടപ്പാടുകള്. നമ്മുടെ പൊന്നു. അതെ കോസ്റ്റ്യൂമിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ. Costume from Ashwini Sweets, ornaments from Bebe collection. അപ്പോൾ മേക്കപ്പും കഴിഞ്ഞ് ചെറിയ സംഭവങ്ങളൊക്കെ അതെ സമയമുണ്ട് നമുക്ക്. ഇപ്പൊ സമയം 4 മണിയാവുന്നു. അതിലെല്ലാ റേഞ്ചും സംഭവങ്ങളൊക്കെ ചെയ്യണം. നമുക്ക് നമ്മുടെ റൂമിൽ തന്നെ ചേഞ്ച് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. സൂപ്പർ ഇതിൻ്റെ കുളത്തിൽ കിട്ടാൻ ഞാൻ വാങ്ങിയെടുക്കും. ഞാൻ പൊതുവെ ലൈറ്റ് മേക്കപ്പിൻ്റെ ആളാണ്. മേക്കപ്പ് ഐലൈനറും ലിപ്സ്റ്റിക്കും മാത്രമാണ് ചെയ്യുന്നത്. അപ്പം ഇതെന്താ ഞാൻ വിചാരിക്കുക ക്യാമറയിൽ വരുമ്പോൾ നമ്മളിങ്ങനെ ചെയ്താലാണ് ക്യാമറയിൽ വരുമ്പോൾ നല്ല രീതിയിൽ കാണും. അപ്പം എന്നോട് പലരും പറയാറുണ്ട് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യണം, ഷോർട്ടൊക്കെ ചെയ്യണം. വിച്ചുവിന് ഭയങ്കര ഇഷ്ടമായില്ല. അല്ല ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യണം തന്നെയല്ലേ. ഇങ്ങനെ ഫോട്ടോ ഷൂട്ടാകുമ്പോൾ ഇങ്ങനെ ചെയ്യണം.
പക്ക ഗായ്സ് ഇതാണ് നമ്മളുടെ പ്രവീൺ ജീട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എവിടേക്ക് പോണേ? ഇവിടെ നിൽക്ക്. നമ്മുടെ മാറ്റ്നിയുടെ എല്ലാമാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ഞങ്ങളുടെ ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി തന്ന മാറ്റ്നിയുടെ പ്രവീൺജിക്കും പ്രിയാജിക്കും ഒക്കെ ഒരുപാട് താങ്ക്സ് കേട്ടാ. ഹായ് ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു അവർ മാറ്റ്നി ലൈഫ്. ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാം. ഇൻട്രോഡക്ഷനൊക്കെ ഇപ്പോൾ പ്രവീൺജി വന്ന് പറഞ്ഞ് സെറ്റാക്കി പോയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഇപ്പോൾ ഗസ്റ്റ് ഇപ്പോൾ വരും. അപ്പോൾ ഹോസ്റ്റലിനാണ് പ്രിപ്പയർ ആവുന്നില്ല. ടെൻഷനൊന്നും ഇല്ല. ടെൻഷനൊന്നും നമ്മളൊന്നുമില്ല. പക്ഷെ വ്ളോഗ് നമ്മള് പറയണ പോലെ അല്ലല്ലോ ഇന്റർവ്യൂ പറയുമ്പോ. വ്ളോഗിലേക്ക് ഞാൻ എത്തണല്ലോ. അവര് നമ്മൾ എന്റെ റിയൽ ക്യാരക്ടറാണ് വരുന്നത്. അപ്പൊ ഇതില് കുറച്ചൊന്നും നമ്മളൊരു കൺട്രോൾഡ് ആയിട്ട് വേണമല്ലോ ഇന്റർവ്യൂ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നു. അതിനുള്ള ശ്രമത്തിലാണ് കഴിച്ച് ഞാൻ. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പൂസ് വിളിച്ചിട്ട് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പൊന്നിന്റെ വേഷം അടിപൊളിയല്ലേ? അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. പൊന്നിന്റെ കൂടെ എപ്പോഴും ഉണ്ട് ഞാൻ. അപ്പോൾ പൊന്നു പിടക്കട്ടെ. നമുക്ക് അടിയിലത്തെ എന്തൊക്കെ സംഭവങ്ങളും ഞാൻ കാണിച്ചു തരാൻ കഴിയും. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടില്ലേ? ഡയറക്ടർ ജി അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ വിഷു ഷൂട്ടിന്റെ സംഭവങ്ങള്. അപ്പൊ അവരിവിടെ ഇരിക്കും. എന്താ പറയാൻ പോണെ? പിന്നെ ഫസ്റ്റ് ക്യാമറയിലോട്ട് ആ ക്യാമറയിലോട്ട് ക്ലോസ് ആയി. അപ്പൊ എന്താ പറയാ? കൈ വേണ്ട. പറഞ്ഞേ. വിഷുവിന്റെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ കൈ ഇങ്ങനെയൊക്കെ കൈ അടക്കി വയ്ക്കാൻ പറ്റില്ല. കൊണ്ടുവന്നില്ലേ? അടക്കിയ വെറ്റിലൊന്നും ഞങ്ങൾക്ക് പോയിട്ട് സാറില്ല പോട്ടെ. ഇവിടെ നിങ്ങൾക്ക് ആദ്യം നോക്കണ്ടേ? എന്താ വിചാരിച്ചെടുത്ത് നോക്കിയേ? അപ്പൊ പ്രവീൺ ബ്രോ ചായ വന്ന് കൊടുത്തിട്ടുണ്ട്. എന്നെ നല്ല ചുറുചുറുക്കാക്കി മാറ്റാനായിട്ട് പിള്ളേരോടെ ഫുൾ സാധനം സെറ്റ് ചെയ്യണം. നല്ല സെറ്റിംഗ് ആണ്. ലൈറ്റ്, ക്യാമറ, ആക്ഷൻ. ചായ മേടിച്ചതാ. ഇവിടെ ഉണ്ടാക്കാനുള്ള സംഭവമൊന്നുമില്ല. ഇവിടെ മൊത്തം ക്യാമറ മാത്രമുള്ള ഉള്ളില്.
കിച്ചൺ മൊത്തം ക്യാമറയാ. നിങ്ങൾ ചായ ഉണ്ടാക്കില്ലേ? ഇത് മേടിച്ചാടാ പുതിയത്? വാൽക്കണ്ണാടി അല്ലല്ലേ? അവര് ഓഫ് ചെയ്യുന്നില്ല. നീ രണ്ടാമത് സെറ്റ് ചെയ്യാൻ ചോദിച്ചാൽ മതി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എല്ലാം എനിക്ക് പറയാം. ഫസ്റ്റ് അരിമണി ടിക്ടോക്കിന്റെ കേസല്ലേ ചോദിക്കണം, പിന്നെ അരിമണിയുടെ കേസ്. ഇപ്പൊ ഇടയ്ക്ക് പിന്നെ പുതിയ വിശേഷങ്ങളുമായി ഞാനിപ്പോൾ മാറ്റിക്കൊപ്പമാണുള്ളത്. സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുള്ള ഒരു ക്യൂട്ട് ഫാമിലിയാണ് വിഷു വിശേഷങ്ങൾ പങ്കിടാൻ നമുക്കൊപ്പം ഉള്ളത്. ശീതള അതൊന്നും കംപ്ലീറ്റ് പോയിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ഹലോ, ഇറ്റ്സ് മീ യുവർ പൊന്നു. ഹലോ, ഇറ്റ്സ് മീ യുവർ പൊന്നു. പുതിയ വിശേഷങ്ങളുമായി ഞാൻ മാറ്റിക്കൊപ്പമാണുള്ളത്. സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുള്ള ഒരു ക്യൂട്ട് ഫാമിലിയാണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്കൊപ്പമുള്ളത്. ശീതൾ, എൽസ ആൻഡ് വിൻ. അപ്പൊ മാറ്റിനിയുടെ പുതിയ വിഷു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ. ഇറങ്ങണോ? എവിടെ പറഞ്ഞ് നീ വണ്ടി എടുത്തെന്ന് പറഞ്ഞോട് ഞങ്ങളോട് ചവിട്ടി വണ്ടി എടുത്ത് ഒറ്റ വിടലായിരുന്നു. പിന്നെ ഗോവൻ സെന്റർ എത്തി ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. അടിച്ചു പൊളിക്കാൻ പോയിട്ട് ലാസ്റ്റ് എത്തിയോ പിച്ചോച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് മനസ്സിലായോ? ഇയാളൊരു കേപ്പബിലിറ്റി എനിക്കറിയാം. അപ്പൊ അതിൽ കുറച്ച് വരുമ്പോൾ ഞങ്ങളോട് ഇങ്ങനെയല്ല ചെയ്യേണ്ട, അങ്ങനെ ഒരു 4 ആകുമ്പോഴത്തേക്കും റീടേക്ക് ആകുമ്പോഴത്തേക്കുണ്ടല്ലോ നീ എനിക്ക് പോയുള്ളൂ എന്ന് പറഞ്ഞു. എന്നുണ്ട് ചോദ്യങ്ങള്? ഞാനൊന്നും പറയാം. നിങ്ങളുടെ ബന്ധം ഇന്നിവിടെ അവസാനിക്കും. അതൊരു പാവത്തിനോട് പണി കൊടുത്തിട്ട് തിരി നോക്കി വെറൈറ്റി ചോദ്യങ്ങൾ, വെറൈറ്റി ചോദ്യങ്ങളാ അത് നിനക്ക്. ഇത് വെള്ളമായി തന്നെ വെള്ളി വരും. ഈ സംഭവത്തിൽ പാലിച്ച പാല് കരിഞ്ഞു പോകും. മതി. ഹായ്.
അവിടെ ഒരു വ്ലോഗ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നല്ലോ ഇത്. അതെ. ഇന്റർവ്യൂ ഇറങ്ങുന്നതിന് മുമ്പ് ഇത് ഇറങ്ങുമോ? ഇവർക്ക് വെല്ലുവിളിയായിട്ട് ഒരു മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓക്കെ, വ്ലോഗ് കഴിഞ്ഞ അങ്ങനെ ഉണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറന്നുപോയി. ഈ വീഡിയോ ചാനൽ സബ് ചെയ്യുക. ബൈ ബൈ. ഓക്കെ, നമ്മുടെ ഗൈസ്, അപ്പൊ നമ്മളുടെ മാറ്റ്നി ചാനലിന്റെ എഡിറ്റേഴ്സ് ആണ്. ജിനി, കൃഷ്. ഒരാളെങ്കിലും ഇവിടെ സൈഡിൽ നിന്ന് നമുക്ക് എൻകറേജ് ചെയ്തു. ഉർവശി മറ്റേ അവിടെ ഭാരതത്തില് എന്ന് പറയണ പോലെ പിന്നെ അവര് ജസ്റ്റ് നമ്മളുടെ അയ്യോ ഇവിടെ ഗ്യാസ് പോലും പാമ്പും മൊത്തത്തിലെല്ലാം അവിടെ ഇത് ഇവിടെ ഒറിജിനൽ പ്ലാസ്റ്റിക്കാണ്, ചത്തിറക്കാണ്. എന്താ അവിടെ പോയി കിടക്കാലോ തട്ട് തട്ട് ഇവിടെ ശബ്ദമുണ്ടാക്കി എന്ത് നോക്കിയത് ചെല്ലേ പാമ്പിന് അല്ലങ്ങനെ വീട്ടില് പാമ്പ് കയറി ഇവിടെ എവിടെ ഉണ്ടായിരുന്നു. ചേടോ ഞാൻ അല്ലേല് കഴിഞ്ഞ ആഴ്ച വീട്ടില് പാമ്പ് കയറിയല്ലോ. ഭക്ഷണം എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ? ഫോണായി കഴിക്കാം. ഞങ്ങള് ഫോണായി കഴിച്ചോളൂ. അതാണ് ജനലെടുക്കണം. ഇത് മമ്മിയാണ് പോകണ്ട് വീട്ടില് പിച്ച് പേടിച്ച് പിച്ച് വിചാരിച്ച് എനിക്കറിയാം അവിടെ നോക്കാനത്. താങ്ക് യു സോ മച്ച്. ഞാൻ ഇങ്ങനെ താങ്ക് യു ചെയ്തത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഗെയിം വന്നപ്പോ ഞാൻ മറന്നുപോയി, ക്യാമറയുടെ കേസ് മറന്നുകൂടാ. ഞാൻ ശരിക്കും ഗെയിം കളിക്കാൻ അങ്ങോട്ട് പോയി. കട്ട് ചെയ്യുമ്പോ ശരി ഗൈസ്. അപ്പോ നമ്മളുടെ ഇവിടുത്തെ ഇന്റർവ്യൂ ഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഇവരോട് ചോദിക്കുക. വരുമ്പോൾ നിങ്ങളെല്ലാവരും കാണണം, ഫുൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സ്റ്റോറി ആയിട്ടും സ്റ്റാറ്റസ് ആയിട്ടും ഒക്കെ ഇട്ട് നമ്മുടെ ഇന്റർവ്യൂ സക്സസ് ആക്കിയ പോലെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. ഇനി ബാക്കിയൊക്കെ ഇവരാണ് അറിയേണ്ടത് അല്ലെ. നമ്മളോട് പോകുമ്പോ എന്താ പറയണേന്ന് എന്നെ അറിയിച്ചോളാടാ. അപ്പൊ പറയും 14 രാവിലെ 10 മണിക്ക് മാറ്റ്നി ലൈവിൽ നമ്മളുടെ ഈ പ്രോഗ്രാം ഇന്റർവ്യൂ വരും. മസ്റ്റായിട്ട് എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പഴയ ഇന്ന് ഉച്ചക്ക് കഴിച്ച അതേ ഹോട്ടലിലേക്ക് എത്തി. മേക്കപ്പ് എല്ലാം മാറി, ആ ഷൂട്ടൊക്കെ കഴിഞ്ഞു. പ്രിയാജിക്കും പ്രവീൺജിക്കും നമ്മളുടെ കൂടെയുള്ള പിള്ളേർക്കൊക്കെ എല്ലാ അടിപൊളിയായി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അവര് പോയി. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇനിയിപ്പോ എങ്ങനെയാണെന്ന് നിങ്ങൾ വരുമ്പോ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മള് രാവിലെ പോകുമ്പോ കഴിച്ച അതേ കടുകല്ലേ, കടുക് റെസ്റ്റോറൻറ്റിൽ തന്നെയാണ്. നമ്മൾ തിരിച്ചു പോകുമ്പോ എനിക്ക് എന്റെ പേരുടെ ചായ വേണം. ഫുഡ് കഴിക്കാനുള്ള മൂടൊന്നുമില്ല. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നില്ലെങ്കിൽ ഒരു ജ്യൂസ്. ചായ കണ്ടപ്പോ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ചായ മാത്രമായിരുന്നു. അപ്പൊ പറഞ്ഞു എന്തെങ്കിലും കഴിക്കും, അല്ലെങ്കിൽ കുറെ ചിലപ്പോ ഇനി. എനിക്ക് പേഴ്സണലി എന്ന് പറയാനായിട്ട് നീ ചെയ്തതും അല്ലാതാണുള്ള അടിപൊളി തന്നെയാണ്. എന്റെ കാര്യം എനിക്ക് ചോദിക്കണ്ടോ? അല്ലാന്ന് ചെയ്ത കാര്യങ്ങളും സ്ക്രിപ്റ്റും അതിന്റെ കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ്. ചെയ്തത് അടിപൊളി തന്നെയാണ്. തന്ന ക്വസ്റ്റ്യൻസും ഒക്കെ ഞാൻ കയ്യിൽ നിന്നിട്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് സത്യം പറഞ്ഞ സ്പോട്ടിൽ എനിക്ക് വന്നു. ഞാൻ അതിന്റെ ഇടയിൽ ചിരിച്ചിട്ട് ഞാൻ അവിടുന്ന് ലാസ്റ്റ് എനിക്ക് നീ കാണിച്ചതും നിന്നെ കാണിച്ചു നിനക്കത് വീഡിയോ വരുമ്പോഴാണ് നീ ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാ. ഞാൻ ഓരോ അത് നീ വീഡിയോ വരുമ്പോൾ ഞാനത് ചിരിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റ് അപ്പുറത്ത് പോയിട്ട് അപ്പുറത്ത് കമന്നെടുന്ന് ചിരിക്കായിരുന്നു. ഞാനും പ്രവീണും ഫ്രീയൊക്കെ കൂട്ടിട്ട് അവിടെ നിന്ന് എണീറ്റ് അപ്പുറത്ത് ഞാൻ മുക്കിൽ പോയിരുന്നു ചിരിക്കുക കമന്നെടുത്തിട്ട്. അത് നിനക്ക് വരുമ്പോ കാണാം നിന്റെ എക്സ്പ്രഷൻ.
പക്ഷെ ഞങ്ങൾക്ക് അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു. ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടൊക്കെ തന്നെ എനിക്ക് പ്രവീൺജി എല്ലാം പറഞ്ഞു തന്നായിരുന്നു. പിന്നെ ഓൾറെഡി ഇപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ തരുന്ന ഒരു ആൻസർ അനുസരിച്ച് പിന്നെ എനിക്ക് കുറവ് തോന്നുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഇതിനോട് ചോദിക്കുന്ന കയ്യിൽ നിന്നിട്ട് നമ്മളൊന്നും പ്രാക്ടീസ്ഡോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല. സ്പോട്ടിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നിങ്ങളാണ് അത് കണ്ട് സപ്പോർട്ട് തന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ട് ആ ഒരു നമ്മുടെ ഒരു ഈ ടേണിങ് നല്ലതാവട്ടെ. അപ്പോൾ എല്ലാ പൊന്നിനെ സ്നേഹിക്കുന്ന നിങ്ങൾ അത്രയ്ക്കുണ്ടാവുമെന്ന് എനിക്കറിയാം. പിന്നെ എൻ്റെ വിച്ചു എൻ്റെ സപ്പോർട്ട് ഫുള്ള് എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ഫാമിലി ഉണ്ട്. അപ്പൂസ് ആദിസുണ്ട്. അപ്പൂസ് കഴിഞ്ഞ വഴിക്ക് പൊന്നു എന്താ റിസൾട്ടില്ല എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ എല്ലാവർക്കും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അണിച്ചേച്ചി എനിക്ക് അത്രയും ചെയ്ത് അണിച്ചേച്ചി താങ്ക് യു. പിന്നെ എനിക്ക് മറ്റേ ഇവിടെ സ്പോട്ടിൽ മേക്കപ്പ് ചെയ്തത് സാന്ദ്ര താങ്ക് യു. ഞാൻ വളരെ എന്തെങ്കിലും ഷൂട്ടിനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇതെങ്കിലും കിട്ടിയിട്ട് ഇച്ച് തല്ലി ഞാൻ പോയി ഞാൻ ഫേസ് വാഷിന് പൊക്കം കഴുകി നിൽക്കുന്ന ആളാണ്. ഒരു പൗഡറും അല്ലെങ്കിൽ ഒരു ക്രീമൊന്നും പറ്റില്ല. നമ്മുടെ വിഷു ഷൂട്ടിന് തന്നെ ഒരു BB ക്രീമൊന്നും ഞാൻ പിടിച്ചില്ല ആളാണ്. പക്ഷെ ഇന്നിങ്ങനെ ഒരു തന്നെ കുറച്ച് അതിൽ വരുമ്പോൾ ഉള്ള ഒരു രീതി ലൈറ്റ് വരുമ്പോ അല്ലെങ്കിൽ ഇതാവും. സാധാരണ എല്ലാ മണിക്കൂർ ചെയ്യുന്നത് ഞാൻ ഇവിടെയാണ് ചെയ്യുന്നത്. സാന്ദ്ര എനിക്ക് ചെയ്തത്. അപ്പോൾ സാന്ദ്രയ്ക്കും താങ്ക്സ്. പിന്നെ അതിന് മുന്നേ എൻ്റെ കാര്യങ്ങളും ലോയും കാര്യങ്ങളൊക്കെ ചെയ്തത് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഹണി ചേച്ചി, നമ്മുടെ അവിടെ ഹണി ചേച്ചിക്കും താങ്ക്സ്. എൻ്റെ കെട്ടിയോനും താങ്ക്സ്. ഫുൾ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിന്ന് അല്ലേ. ഇനി ഇവിടുന്നുള്ള ജേണിയിൽ ഫുള്ള് പഠിക്കണം. ദൈവം നല്ലപോലെ. അപ്പം ഞങ്ങളിനി ഫുഡ് കഴിച്ച് നമ്മളിവിടെ ഇത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾക്ക് അമ്മാൻ്റെ ആയിട്ട് പോയിട്ട് ഡ്രൈവ് ചെയ്യണം. നമുക്ക് ഇനി അവിടെ എത്തണം. പെട്ടെന്ന് എത്തും. ഇനിയിപ്പോൾ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പത്തിനുള്ള നമ്മുടെ ഫുഡ് ചപ്പാത്തി. നൈറ്റ് ട്രാവലിൽ നമ്മൾ ചപ്പാത്തി പനീർ ബട്ടർ മസാല അവന്മാരെ കാണിച്ചത് എൻ്റെ പിയാണ് ഞങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ചായ വിച്ചു ലൈമാണ് എടുത്തിരിക്കുന്നത്. ചായ കുടിച്ച അവസാനിച്ച ഹാപ്പിയാണ്. മാറ്റ്നി ചാനലിനും ഒരുപാട് ഇനിയും ഉയരങ്ങളിലെത്താൻ നിങ്ങളുണ്ടാകുമ്പോൾ ഞാൻ കരുതുന്നു. ഗസ് പിന്നെ നമ്മളുടെ ജസ്റ്റിനേക്കും താങ്ക്സ്. അപ്പോൾ ബൈ. അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും വീഡിയോ ബൈ.